ഹായ് പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയികളായ ഐൻസ്റ്റീനും ഷേക്സ്പിയറും ലിയോണാർഡോ ഡാവിഞ്ചിയും രഹസ്യമായി സൂക്ഷിച്ച ഒരു കാര്യമുണ്ട്. ഈ ലോകത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു രഹസ്യം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തോട് ചോദിച്ചാൽ അത് നിങ്ങളെ തേടി വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? നമ്മുടെ ഈ ബുക്ക് സമ്മറി സീരീസിലെ ഒന്നാമത്തെ പുസ്തകമായ ദ സീക്രട്ടിലൂടെ ആ വലിയ രഹസ്യം ഇന്ന് നമ്മൾ വെളിപ്പെടുത്തുകയാണ്. പലപ്പോഴും വീട്ടുജോലികൾക്കും കുട്ടികളുടെ കാര്യങ്ങൾക്കും ഇടയിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകാറുണ്ട്. ഞാനും 3 കുട്ടികളുടെ അമ്മയാണ്. തിരക്കുകൾക്കിടയിൽ എൻ്റെ കരിയറും സ്വപ്നങ്ങളും എവിടെയോ നഷ്ടപ്പെട്ടുവെന്ന് കരുതി സങ്കടപ്പെട്ടിരുന്ന ഒരു സമയം എനിക്കുമുണ്ടായിരുന്നു. എന്നാൽ ഈ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ മാറ്റാനുള്ള ശക്തി എൻ്റെ ചിന്തകൾക്ക് തന്നെ ഉണ്ടെന്ന്. അതുകൊണ്ട് എന്നെ പോലെ തിരക്കുള്ള അമ്മമാർക്കും മറ്റുള്ളവർക്കുമായി ഈ ബുക്കിന്റെ രത്ന ചുരുക്കം ഇതാ. 2006 റോണ്ട ബേൺ ദ സീക്രട്ട് എന്ന പുസ്തകത്തിലൂടെയാണ് ഈ രഹസ്യം ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിയത്. എന്താണ് ആ രഹസ്യമെന്നോ? അത് മറ്റൊന്നുമല്ല, ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം. നമ്മുടെ ചിന്തകൾക്ക് ജീവനുണ്ടെന്നും നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുമെന്നും ഈ പുസ്തകം പറയുന്നു. എന്താണ് ആകർഷണ നിയമം? ലളിതമായി പറഞ്ഞാൽ ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. സമാനമായ കാര്യങ്ങൾ സമാനമായവയെ ആകർഷിക്കുന്നു. നമ്മുടെ മനസ്സ് ഒരു കാന്തം പോലെയാണ്. നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചാൽ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾ എപ്പോഴും പരാതികളും സങ്കടങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നാൽ കൂടുതൽ പരാതിപ്പെടാനുള്ള സാഹചര്യങ്ങൾ തന്നെയാകും ജീവിതത്തിൽ ഉണ്ടാവുക. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രപഞ്ചത്തെ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിലെ ഭൂതമായി സങ്കല്പിക്കുക. ആ ഭൂതം എപ്പോഴും പറയുന്നത് യുവർ വിഷ് ഈസ് മൈ കമാൻഡ്, നിങ്ങളുടെ ആഗ്രഹം എൻ്റെ കൽപ്പനയാണ് എന്നതാണ്. നിങ്ങൾ അറിയാതെ പോലും ഒരു പരാതി പറഞ്ഞാൽ ഭൂതം വിചാരിക്കും നിങ്ങൾ അത് ആഗ്രഹിക്കുന്നു എന്ന്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ ഓർഡറുകൾ കൃത്യമായി നൽകി തുടങ്ങാം. എൻ്റെ മക്കൾ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട്, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നുണ്ട് എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു നോക്കൂ. അടുത്തതായി രഹസ്യത്തിന്റെ 3 ഘട്ടങ്ങൾ. ഈ പുസ്തകത്തിൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ 3 ലളിതമായ വഴികൾ പറയുന്നുണ്ട്. സ്റ്റെപ്പ് 1, ആസ്ക്, ചോദിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പ്രപഞ്ചത്തോട് വ്യക്തമായി പറയുക. ഒരു റെസ്റ്റോറന്റിൽ പോയി നമ്മൾ ഓർഡർ നൽകുന്നത് പോലെ കൃത്യമായിരിക്കണം ഇത്. എനിക്ക് സന്തോഷം വേണം എന്നല്ല, പകരം എനിക്ക് ഇന്ന ജോലി വേണം അല്ലെങ്കിൽ ഇത്ര രൂപ വേണം എന്ന് വ്യക്തമായി തീരുമാനിക്കുക. സ്റ്റെപ്പ് 2, ബിലീവ്, വിശ്വസിക്കുക. നിങ്ങൾ ചോദിച്ച കാര്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് ഉറച്ചു വിശ്വസിക്കുക. സംശയത്തിന് അവിടെ സ്ഥാനമില്ല. ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് സാധനം ഓർഡർ ചെയ്താൽ അത് വീട്ടിലെത്തും എന്ന് നമ്മൾ വിശ്വസിക്കില്ലേ? അതുപോലെ ഉറച്ചു വിശ്വസിക്കുക. സ്റ്റെപ്പ് 3, റിസീവ്, സ്വീകരിക്കുക. അത് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണോ ഉണ്ടാവുക, ആ സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കുക. ഈ ഫീലിംഗ് ആണ് പ്രപഞ്ചത്തിലേക്ക് ശക്തമായ സിഗ്നലുകൾ അയക്കുന്നത്. അടുത്തതായി നമുക്ക് നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ മറികടക്കാം എന്ന് നോക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സംശയം വരാം. ഞാൻ നല്ലത് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിലേക്ക് മോശം ചിന്തകൾ വന്നാലോ? പേടിക്കേണ്ട. പോസിറ്റീവ് ചിന്തകൾക്ക് നെഗറ്റീവ് ചിന്തകളെക്കാൾ 100 ഇരട്ടി ശക്തിയുണ്ട്. ഒരു വലിയ ഇരുട്ടുള്ള മുറിയിൽ ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചാൽ ആ ഇരുട്ട് മാറുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലെ ചെറിയൊരു പോസിറ്റീവ് ചിന്തയ്ക്ക് വലിയൊരു നെഗറ്റീവ് ചിന്തയെ ഇല്ലാതാക്കാൻ കഴിയും. ഒരു മോശം ചിന്ത വന്നാൽ ഉടനെ തന്നെ ക്യാൻസൽ എന്ന് മനസ്സിൽ പറയുക. പകരം മനോഹരമായ മറ്റെന്തെങ്കിലും ചിന്തിക്കുക. അടുത്തതായി കൃതജ്ഞതയുടെ ശക്തിയും വിഷ്വലൈസേഷനും. ദ സീക്രട്ടിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന ഒന്നാണ് നന്ദി പറയുക എന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ മാത്രമേ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നൽകുകയുള്ളൂ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 10 കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് ശീലിക്കൂ. അത് നിങ്ങളുടെ ആരോഗ്യമാകാം,
മക്കളാകാം, അല്ലെങ്കിൽ തല ചായ്ക്കാനുള്ള വീടാകാം. നന്ദി പറയുക. അതുപോലെ തന്നെ പ്രധാനമാണ് വിഷ്വലൈസേഷൻ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു സിനിമ കാണുന്ന പോലെ കണ്ണടച്ച് കാണുന്നതിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് വിഷൻ ബോർഡ്. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ചിത്രങ്ങൾ, ഉദാഹരണത്തിന് നല്ലൊരു വീട് അല്ലെങ്കിൽ മക്കൾ പഠിച്ചുയരുന്നത് എന്നിവ എപ്പോഴും കാണുന്ന രീതിയിൽ ഫോണിലോ ചുവരിലോ ഒട്ടിച്ചു വെക്കാം. ഇത് നമ്മുടെ ഉപബോധ മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കും. കൂട്ടുകാരെ, ദ സീക്രട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരൊറ്റ കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ മാസ്റ്റർ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാം. ഇന്നു മുതൽ ഒരിക്കലും എനിക്ക് ഇതില്ല എന്ന് പരാതിപ്പെടരുത്. പകരം എനിക്ക് എല്ലാം ലഭിക്കുന്നുണ്ട് എന്ന് സന്തോഷത്തോടെ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ബുക്ക് സീരീസിലെ അടുത്ത വീഡിയോകൾ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ആക്കുകയും ചെയ്യുക. പോസിറ്റീവായി ചിന്തിക്കാനും പരസ്പരം വളരാനും ആഗ്രഹിക്കുന്ന അമ്മമാർക്കായി നമ്മൾ ഒരു പ്രത്യേക വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കും. വീണ്ടും കാണാം. താങ്ക് യു.